ഞാൻ ഏകദേശം ഒരു 7 വർഷത്തോളം ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു, പല ഏജൻസികളിലും പല വ്യക്തികളിലും. അപ്പോൾ ഏജൻസികളെല്ലാം അവർ പറഞ്ഞു 100% അവർ അതിനുവേണ്ടിയുള്ള സാഹചര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ഏജൻസികളിലും വ്യക്തികളിലുമായിരുന്നു. അപ്പം ഓരോ പ്രാവശ്യങ്ങളിലും പല തടസ്സങ്ങൾ വന്നു, അത് നടക്കാതായി. ഒരുപാട് അധികം കാശുകൾ നഷ്ടപ്പെട്ടു. അവസാനമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ കൃപാസനത്തിൽ വരുന്നത്. വിദേശത്തിൽ ഒരുപാട് തടസ്സങ്ങൾ സംഭവിച്ചു. എനിക്ക് വിസ സബ്മിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു, നിങ്ങളുടെ വിസ റിവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് റിവോക്കേഷൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. ഞാനിപ്പോൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ യു കെയിൽ സോളിസിറ്ററിനെ അവരെയും വിളിച്ചു. അപ്പോൾ അവരും ആദ്യമായിട്ടാണ് റിവോക്കേഷൻ എന്നൊരു വാക്ക് കേൾക്കുന്നത്. അപ്പോൾ റിവോക്കേഷൻ വന്ന് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് കയറേണ്ടി വരും, നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. യു കെ എംബസി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, ഞാൻ സബ്മിറ്റ് ഡോക്യുമെൻ്റ് ഒന്നും കൂടെ വെരിഫിക്കേഷൻ ചെയ്തു. അവർ ഡയറക്റ്റായിട്ട് ബാങ്കിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം നല്ലൊരു ഫീഡ്ബാക്ക് അവർ കൊടുത്തു. അപ്പോൾ അതിനുശേഷം 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു, ഇതിനൊക്കെ നിങ്ങളുടെ റിവോക്കേഷൻ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ആരും ഈ പറഞ്ഞ ഏജൻസികളോ അല്ലെങ്കിൽ സോളിസിറ്ററോ അവർക്ക് ആർക്കും സാധിക്കാതെ എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു തടസ്സവും എനിക്ക് മാതാവ് മാറ്റി തന്നു. പിന്നെ രണ്ടാമത് നിയോഗം എന്ന് വെച്ചാൽ കുടുംബത്തിൽ സമാധാനമായിരുന്നു. കാര്യം വെച്ചാൽ ഒരുപാട് കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു, പ്രാർത്ഥനയും ഇല്ലായിരുന്നു. അതാണ് ഞാൻ രണ്ടാമത് വെച്ചിരുന്നത്. ഇവിടെ വന്ന ഉടമ്പടി ശേഷം പിന്നെ സമാധാനവും പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നു. പിന്നെ മൂന്നാമത് വെച്ചത് എൻ്റെ വിവാഹമായിരുന്നു. ആഗ്രഹിച്ച പോലെ ഒരു വിവാഹം സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ കുടുംബപരമായിട്ട് ഇപ്പം യു കെയിൽ സെറ്റിലാണ്. പിന്നെ നാളത്തെ കാര്യം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ സഹോദരങ്ങളുടെ ഒരു ഭവനമായിരുന്നു. അവർ ഭവനമില്ലാതെ വിഷമിച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭവനം സ്വന്തമായി വാങ്ങാനും അവർ അതിൽ താമസവും ആയിരിക്കണം.